ഐവാ സിൽക്സ്, കാസർഗോഡ്, കാഞ്ഞങ്ങാട്, മാംഗ്ലൂർ. JNU ക്യാമ്പസിലെ വിദ്യാർത്ഥികൾക്ക് നേരെ ABVP പ്രവർത്തകർ ഇരുട്ടിന്റെ മറവിൽ മുഖംമൂടി അണിഞ്ഞ് നടത്തിയ ആക്രമണത്തിനെതിരെ നിരവധി പേരാണ് പ്രതികരണവുമായി രംഗത്തെത്തിയത്. ഇതിനു പിന്നാലെ JNU ക്യാമ്പസിന് പുറമെ രാജ്യത്തെ വിവിധ ക്യാമ്പസുകളിൽ ABVPക്കെതിരെ ശക്തമായ പ്രതിഷേധമാണ് നിലവിൽ നടന്നുകൊണ്ടുള്ളത്. ABVPക്ക് പല ക്യാമ്പസുകളിലും കാലുകുത്താൻ സാധിക്കാത്ത അവസ്ഥയാണ് നിലവിലെന്ന് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. JNU വിഷയത്തിൽ ABVPക്കെതിരെ ശക്തമായ പ്രതിഷേധം നടക്കുന്ന സാഹചര്യത്തിൽ ഡൽഹിയിൽ നിന്നുള്ള BJP MP ഗൗതം ഗംഭീർ ഈ വിഷയത്തിൽ പ്രതികരിച്ചിരിക്കുകയാണ്. JNUവിലെ ആക്രമണം രാജ്യത്തിന്റെ ധാർമ്മികതയ്ക്ക് വിരുദ്ധമാണെന്നാണ് അദ്ദേഹം ട്വീറ്റ് ചെയ്തിരിക്കുന്നത്. മാത്രവുമല്ല, JNU ക്യാമ്പസിൽ അതിക്രമിച്ചു കയറിയ ഗുണ്ടകൾക്ക് കൃത്യമായ കർശനമായ നടപടിയും നൽകണമെന്നും അദ്ദേഹം കുറിച്ചിട്ടുണ്ട്. JNU ആക്രമണം രാജ്യത്തിന്റെ ധാർമ്മികതയ്ക്ക് വിരുദ്ധമാണ് എന്ന് BJP MP ഗൗതം ഗംഭീർ. വിദ്യാർത്ഥികൾ ഈ രീതിയിൽ ഉന്നം വയ്ക്കപ്പെടരുത് എന്നാണ് അദ്ദേഹം ട്വീറ്റ് ചെയ്തിരിക്കുന്നത്. യൂണിവേഴ്സിറ്റി ക്യാമ്പസിലെ ഇത്തരം അക്രമങ്ങൾ ഈ രാജ്യത്തിന്റെ ധാർമ്മികതയ്ക്ക് വിരുദ്ധമാണ്. എന്ത് പ്രത്യയശാസ്ത്രവുമായിക്കൊള്ളട്ടെ, വിദ്യാർത്ഥികൾ ഈ രീതിയിൽ ഉന്നം വയ്ക്കപ്പെടരുത്. യൂണിവേഴ്സിറ്റിയിൽ പ്രവേശിക്കാൻ തുനിഞ്ഞ ഈ ഗുണ്ടകൾക്ക് കർശനമായ ശിക്ഷ നൽകേണ്ടതുണ്ട് എന്നും ഗംഭീർ പറഞ്ഞു. ഇന്നലെയാണ് JNU വിദ്യാർത്ഥി യൂണിയൻ അധ്യക്ഷ ഐഷി ഘോഷ് അടക്കമുള്ള വിദ്യാർത്ഥികൾക്ക് നേരെ ആക്രമണമുണ്ടായത്. ഞായറാഴ്ച വൈകിട്ടോടെ സമരം ചെയ്യുന്ന വിദ്യാർത്ഥികളെ പുറത്തുനിന്നെത്തിയ ഗുണ്ടകളും ക്യാമ്പസിനുള്ളിലെ ABVP പ്രവർത്തകരും ചേർന്ന് ആക്രമിക്കുകയായിരുന്നു. 50-ലധികം ആളുകൾ ആക്രമണ സംഘത്തിലുണ്ടായിരുന്നുവെന്ന് വിദ്യാർത്ഥികൾ പറയുന്നു. മുഖംമൂടി ധരിച്ചാണ് അക്രമി സംഘം എത്തിയത്. ഇവർ സമരം ചെയ്യുന്ന വിദ്യാർത്ഥികളെ ആക്രമിക്കുകയും വാഹനങ്ങൾ തല്ലി തകർക്കുകയും ചെയ്തു. വിദ്യാർത്ഥി യൂണിയൻ പ്രസിഡന്റ് ഐഷി ഘോഷിന് ആക്രമണത്തിൽ ഗുരുതരമായി തന്നെ പരിക്കേറ്റിട്ടുണ്ട്. വിദ്യാർത്ഥികളെ സംരക്ഷിക്കാൻ ശ്രമിച്ച അധ്യാപകരെയും ഗുണ്ടകൾ തല്ലിച്ചതച്ചെന്ന് വിദ്യാർത്ഥി യൂണിയന്റെ ഔദ്യോഗിക ട്വിറ്റർ ഹാൻഡിൽ നിന്നും ട്വീറ്റ് ചെയ്തു. ABVP ഗുണ്ടകളാണ് ആക്രമണം നടത്തിയതെന്നും വെസ്റ്റ് ഗേറ്റിലെ ഹോസ്റ്റൽ ലക്ഷ്യമാക്കിയാണ് ഗുണ്ടകൾ നീങ്ങിയത് എന്നും യൂണിയൻ ആരോപിച്ചു. ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള.